കഴിഞ്ഞ 14 മുതൽ 16 വരെ ലബനാനിൽ നടന്ന സിനഡിന്റേതാണ് തീരുമാനം. പാത്രിയർക്കീസ് ബാവയ്ക്കെതിരെ വിമത പ്രവർത്തനത്തിനായി രഹസ്യയോഗം ചേരുകയും സഭാഭരണഘടനയ്ക്ക് വിരുദ്ധമായി പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്തുവെന്ന ആരോപണം നേരിടുന്ന 6 മെത്രാന്മാരെയും സിനഡിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഇവരിൽ യുസ്താത്യൂസ് മത്താറോഹം ഒഴികെ 5 പേരും സിനഡിൽ ഹാജരായി. ഹാജരായവരോട് മാപ്പപേക്ഷയിൽ ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സിനഡ് കഴിയുന്നതുവരെ അവർ അതിന് തയ്യാറായില്ല. ഇതോടെയാണ് 2 പേരെ പുറത്താക്കിയുള്ള കൽപ്പന. മാർ യുസ്താത്യൂസ് മത്താറോഹം സിറിയയിലെ ജസീറ യൂഫ്രട്ടീസ് മെത്രാപ്പോലിത്തയാണ്. ബെൽജിയം, ഫ്രാൻസ് രൂപതകളുടെ മെത്രാപ്പോലിത്തയാണ് മാർ ഹസൈൽ സൂമി. നേരത്തെ പാത്രിയർക്കീസ് ബാവയെ തെരഞ്ഞെടുക്കാനുള്ള സിനഡിൽ നിലവിലെ പാത്രിയർക്കീസ് ബാവയ്ക്കെതിരെ മത്സരിച്ച മാർ ക്ലെമീസ് യൂജിൻ കപ്ലാൻ ഉൾപ്പെടെ 4 പേരോട് ഏപ്രിൽ 30-നകം മാപ്പപേക്ഷ നൽകാൻ കൽപ്പനയായി. കപ്ലാന് ഇന്ത്യയിലെ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമന്റെ പിന്തുണയുണ്ടായിരുന്നതായും ആരോപണമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ വിമത നീക്കത്തിന് പിന്തുണ കൊടുത്തതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും പാത്രിയർക്കീസ് ബാവയും സുനകദോസും ആഗോള സിനഡും അത് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പ്രത്യേകിച്ച് നിരണം ഭദ്രാസനത്തിനെതിരെ ഇംഗ്ലണ്ടിൽ വെച്ച് ബാവ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു, താല്പര്യമില്ലാത്തവർക്ക് സഭ വിട്ടുപോകാം എന്ന് തന്നെ തീർച്ചയായിട്ടും ബാവ അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വിമത നീക്കത്തിനെതിരെ ശക്തമായ നടപടിയുമായി പാത്രിയർക്കീസ് ബാവ മുന്നോട്ടു പോകുന്നതിന്റെ സൂചനയാണ് പുതിയ കൽപ്പന. എസ് എ അജിംസ്, മീഡിയ 1, പാലക്കാട്.